നമസ്കാരം. വീട്ടിലെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് LPG ഗ്യാസ് സിലിണ്ടർ. പാചകം എളുപ്പവും വേഗത്തിലുമാക്കുന്ന ഈ സംവിധാനം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണ്. എന്നാൽ സിലിണ്ടർ വീട്ടിലെത്തിക്കുന്ന നിമിഷം മുതൽ അത് ഉപയോഗിച്ച് തീരുന്നതുവരെ പാലിക്കേണ്ട ചില അടിസ്ഥാന മുൻകരുതലുകൾ പലരും വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. സാധാരണയായി പുതിയ സിലിണ്ടർ ലഭിക്കുമ്പോൾ ചിലർ അതിന്റെ സീൽ പരിശോധിക്കും. മറ്റു ചിലർ ഭാരം ശരിയാണോ എന്ന് ചോദിക്കും. എന്നാൽ സിലിണ്ടറിന്റെ മുകൾ ഭാഗത്തുള്ള ഇരുമ്പ് കോളറിലോ വാൽവിനെ സംരക്ഷിക്കുന്ന ലോഹപ്പാളികളിലോ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. അതിനെപ്പറ്റിയാണ് വളരെ വിശദമായി പറയാൻ പോകുന്നത്. എല്ലാവരും പൂർണ്ണമായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. ഇവ സാധാരണയായി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള രഹസ്യ ചിഹ്നങ്ങളല്ല. സിലിണ്ടറിന്റെ നിർബന്ധിത സുരക്ഷാ പരിശോധന എപ്പോൾ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള പ്രധാന സൂചനകളാണ്. അതേസമയം ഈ അടയാളങ്ങളെ സിലിണ്ടറിന്റെ കാലാവധി അവസാനിക്കുന്ന തീയതി എന്ന് വിശേഷിപ്പിക്കുന്ന തെറ്റായ സന്ദേശങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാറുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ കേട്ട് ആശങ്കപ്പെടുന്നതിന് പകരം കോഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. സിലിണ്ടറിന്റെ അവസ്ഥ, വാൽവ്, സീൽ, ഹോസ്, റെഗുലേറ്റർ, അടുക്കളയിലെ വായു സഞ്ചാരം എന്നിവയെല്ലാം ചേർന്നാണ് സുരക്ഷ ഉറപ്പാകുന്നത്. അതിനാൽ ഒരു അക്ഷരമോ അക്കമോ മാത്രം പരിശോധിച്ച് ഉത്തരവാദിത്തം അവസാനിപ്പിക്കാതെ സിലിണ്ടറിനെയും മുഴുവൻ ഗ്യാസ് സംവിധാനത്തെയും ഒരുമിച്ച് പരിശോധിക്കുന്ന ശീലം ഓരോ കുടുംബവും വളർത്തണം. ആദ്യം സിലിണ്ടറിന്റെ കോളറിൽ കാണുന്ന ABCD എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അർത്ഥം പരിശോധിക്കാം. ഈ അക്ഷരങ്ങൾ വർഷത്തെ 4 പാദങ്ങളായി തിരിച്ചാണ് സൂചിപ്പിക്കുന്നത്. A എന്ന അക്ഷരം മാർച്ചിൽ അവസാനിക്കുന്ന ആദ്യ പാദത്തെയും, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്തെ സൂചിപ്പിക്കുന്നു. B ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 2ാം പാദത്തെയും, C ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 3ാം പാദത്തെയും, D ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 4ാം പാദത്തെയും പ്രതിനിധീകരിക്കുന്നു. അക്ഷരത്തിന് പിന്നാലെ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 അക്ക സംഖ്യ വർഷത്തെ സൂചിപ്പിക്കും. ഉദാഹരണത്തിന് B27 എന്ന അടയാളം കാണുന്നുവെങ്കിൽ ആ സിലിണ്ടർ 2027 ജൂൺ അവസാനത്തോടെ നിർബന്ധിത പരിശോധനയ്ക്ക് മാറ്റിവെക്കേണ്ടത് തന്നെയാണെന്ന് അതിന്റെ അർത്ഥം. D28 എന്നാണെങ്കിൽ 2026 ഡിസംബർ അവസാനത്തോടെ പരിശോധന നടത്തേണ്ടതാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ഈ കോഡ് സിലിണ്ടറിന്റെ ലോഹ ശരീരത്തിന്റെ ആയുസ് അവസാനിക്കുന്ന ദിവസമല്ല എന്നതാണ്. ഇത് അടുത്ത നിയമാനുസൃത പരിശോധന നടത്തേണ്ട സമയമാണ്. ഓരോ സിലിണ്ടറും നിറയ്ക്കുന്നതിനായി ബോട്ട്ലിംഗ് പ്ലാന്റിലെത്തുമ്പോൾ അതിന്റെ പൊതുവായ നിലയും പരിശോധനാ തീയതിയും പരിശോധിക്കപ്പെടുന്നു. പരിശോധനയ്ക്ക് സമയമായ സിലിണ്ടറുകൾ വേർതിരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ആവശ്യമായ പരീക്ഷണങ്ങൾ വിജയിച്ചവ മാത്രം വീണ്ടും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഔദ്യോഗിക നടപടിക്രമം. അതുകൊണ്ട് കോഡ് കണ്ട ഉടൻ സിലിണ്ടർ പൊട്ടാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഭയം വേണ്ട. എന്നാൽ രേഖപ്പെടുത്തിയ പരിശോധനാ കാലം ഇതിനകം അവസാനിച്ചുവെന്ന് വ്യക്തമായാൽ അത് അവഗണിക്കാനും പാടില്ല. പരിശോധനയ്ക്ക് അനുവദിച്ച പാദം ഇതിനകം കഴിഞ്ഞിട്ടുള്ള സിലിണ്ടർ വീട്ടിലെത്തിയതായി തോന്നിയാൽ ആദ്യം കോഡ് വീണ്ടും വ്യക്തമായി വായിക്കുക. അക്ഷരവും വർഷവും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഡെലിവറി ജീവനക്കാരോട് അത് കാണിച്ചു തരാൻ ആവശ്യപ്പെടും. രേഖപ്പെടുത്തിയ സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായാൽ സിലിണ്ടർ ഉപയോഗിക്കാൻ തുടങ്ങാതെ മറ്റൊന്ന് നൽകണമെന്ന് വിതരണക്കാരനോട് ആവശ്യപ്പെടുന്നതാണ് സുരക്ഷിതമായ സമീപനം. ഇതിനെ ഒരു തർക്കമായി കാണേണ്ടതില്ല. സാധനത്തിന്റെ സുരക്ഷയും നിലവാരവും പരിശോധിക്കുക എന്നത് ഉപഭോക്താവിന്റെ സാധാരണ ഉത്തരവാദിത്തമാണ്. അതേസമയം നിലവിലുള്ള പാദത്തിനുള്ള കോഡ് രേഖപ്പെടുത്തിയ സിലിണ്ടർ ലഭിച്ചാൽ അത് പരിശോധന കാലാവധി കഴിഞ്ഞതായി കണക്കാക്കരുത്. ഉദാഹരണത്തിന് B27 എന്ന് രേഖപ്പെടുത്തിയ സിലിണ്ടർ 2027 മെയ് മാസത്തിൽ ലഭിച്ചാൽ ജൂൺ അവസാനം വരെ അതിന്റെ പരിശോധനാ സമയപരിധി നിലനിൽക്കുന്നു. കോഡിനെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് തന്നെ ഡെലിവറി ജീവനക്കാരനോടോ അംഗീകൃത ഗ്യാസ് വിതരണക്കാരനോടോ വിശദീകരണം തേടാം. സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ, പരിചയക്കാരുടെ അനുമാനങ്ങൾ, ഉറവിടമില്ലാത്ത മുന്നറിയിപ്പുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്നതിനേക്കാൾ ഔദ്യോഗിക വിതരണക്കാരന്റെ വിശദീകരണം തേടുന്നതാണ് ഉചിതം. സിലിണ്ടറിൽ ഗുരുതരമായ തുരുമ്പ്, ആഴത്തിലുള്ള ചതവ്, വളവ്, പൊട്ടൽ, വാൽവിനടുത്തുള്ള കേടുപാട് തുടങ്ങിയവ കാണുന്നുണ്ടെങ്കിൽ കോഡ് സാധുവാണെങ്കിലും അത് സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പരിശോധനാ കോഡ് ഒരു ഭാഗം മാത്രമാണ്. സിലിണ്ടറിന്റെ നിലവിലെ ഭൗതികാവസ്ഥയും ഒരുപോലെ പ്രധാനമാണ്. സംശയം തോന്നുമ്പോൾ ഇത് സാധാരണമാണ് എന്ന് സ്വയം ആശ്വസിപ്പിച്ച് ഉപയോഗിക്കുന്നതിന് പകരം മാറ്റി നൽകാൻ ആവശ്യപ്പെടുക. സിലിണ്ടർ വീട്ടിലെത്തുമ്പോൾ 2 മിനിറ്റ് ചെലവഴിച്ച് നടത്തുന്ന ലളിതമായ പരിശോധനയ്ക്ക് വലിയ സുരക്ഷാ മൂല്യമുണ്ട്. ആദ്യം കമ്പനിയുടെ സുരക്ഷാ സീൽ കേടാകാതെ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. സീൽ പൊട്ടിയതോ വീണ്ടും ഘടിപ്പിച്ചതുപോലെ തോന്നുന്നതോ ആണെങ്കിൽ അതിന്റെ കാരണം ചോദിക്കാതെ സിലിണ്ടർ സ്വീകരിക്കരുത്. സിലിണ്ടറിന്റെ ശരീരത്തിൽ അസാധാരണമായ ചതവുകൾ, തുറന്ന തുരുമ്പ്, ലോഹം വളരെ നേർത്തതായി തോന്നുന്ന ഭാഗങ്ങൾ, അടിഭാഗത്തെ വളവ് എന്നിവയുണ്ടോ എന്ന് നോക്കുക. വാൽവിന് ചുറ്റും എണ്ണപ്പാട് പോലെയുള്ള അടയാളങ്ങളോ ശക്തമായ ഗ്യാസ് ഗന്ധമോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം.
ഭാരം സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ സിലിണ്ടർ തൂക്കിക്കാണിക്കാൻ ഡെലിവറി ജീവനക്കാരനോട് ആവശ്യപ്പെടാം. ഔദ്യോഗിക ഉപഭോക്തൃ മാർഗനിർദ്ദേശങ്ങൾ ഡെലിവറി സമയത്ത് സീൽ, ഭാരം, പൊതുവായ അവസ്ഥ എന്നിവ പരിശോധിക്കണമെന്ന് വ്യക്തമാക്കുന്നു. സീൽ തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ഉപഭോക്താവിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്നതാണ് ഉചിതം. പുതിയ സിലിണ്ടർ റെഗുലേറ്ററുമായി ബന്ധിപ്പിച്ച ശേഷം സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും പരിശീലനം നേടിയ ജീവനക്കാരന്റെ സഹായം തേടാം. സിലിണ്ടർ മാറ്റിവെക്കുമ്പോൾ വാൽവിൽ പൊടി, നൂല്, പ്ലാസ്റ്റിക് കഷ്ണം തുടങ്ങിയവ കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം. റെഗുലേറ്റർ ബലമായി അടിച്ചോ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചോ ഘടിപ്പിക്കരുത്. ശരിയായി ലോക്ക് ആകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് ശ്രമിക്കുന്നതിന് പകരം വിതരണക്കാരനെ അറിയിക്കണം. സിലിണ്ടർ ലഭിച്ച ഉടൻ ഡെലിവറി രേഖയോ ബില്ലോ സൂക്ഷിക്കുന്നതും നല്ലതാണ്. പിന്നീട് പരാതി നൽകേണ്ടി വന്നാൽ വിതരണം നടന്ന ദിവസം, ഏജൻസി, ബുക്കിംഗ് വിവരങ്ങൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കും. LPGയുടെ ചോർച്ച തിരിച്ചറിയുന്നതിന് ഏറ്റവും വ്യക്തമായ മുന്നറിയിപ്പ് അസാധാരണമായ ഗന്ധമാണ്. ശുദ്ധമായ LPGക്ക് സ്വാഭാവികമായി നിറമോ വ്യക്തമായ ഗന്ധമോ ഇല്ലെങ്കിലും ചോർച്ച വേഗത്തിൽ തിരിച്ചറിയുന്നതിനായി ശക്തമായ ഗന്ധമുള്ള ഒരു രാസവസ്തു അതിൽ ചേർക്കുന്നു. അതിനാൽ അടുക്കളയിൽ ഗ്യാസ് മണം അനുഭവപ്പെട്ടാൽ അത് ചെറിയ കാര്യമാണെന്ന് കരുതി അവഗണിക്കരുത്. ആദ്യം പരിഭ്രാന്തരാകാതെ ശാന്തമായി പ്രവർത്തിക്കണം. സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ റെഗുലേറ്റർ ഓഫ് സ്ഥാനത്തേക്ക് മാറ്റുക. കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവ്, മെഴുകുതിരി, പൂജാവിളക്ക്, ചന്ദനത്തിരി തുടങ്ങിയ തീയുടെ ഉറവിടങ്ങൾ അണയ്ക്കണം. തീപ്പെട്ടിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുന്നത് അത്യന്തം അപകടകരമാണ്. ലൈറ്റ്, ഫാൻ, എക്സോസ്റ്റ് ഫാൻ, ഫ്രിഡ്ജ്, ചിമ്മിനി, മൊബൈൽ ചാർജർ എന്നിവയുടെ സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. സ്വിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ സ്പാർക്ക് പോലും അപകടത്തിന് കാരണമാകാം. വാതിലുകളും ജനലുകളും തുറന്ന് സ്വാഭാവിക വായു സഞ്ചാരം ഉറപ്പാക്കണം. ഗ്യാസ് ചോർച്ചയുള്ളതായി സംശയിക്കുന്ന സമയത്ത് സ്വയം വാൽവ് അഴിക്കുകയോ റെഗുലേറ്റർ പൊളിക്കുകയോ ഹോസ് മുറിക്കുകയോ ചെയ്യരുത്. ആളുകളെ സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റിയ ശേഷം അംഗീകൃത വിതരണക്കാരനെയോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന LPG അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറായ 1906 ബന്ധപ്പെടണം. ശക്തമായ ചോർച്ചയുണ്ടെങ്കിൽ സിലിണ്ടർ സ്വയം എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും ഒഴിവാക്കണം. പരിശീലനം നേടിയ ജീവനക്കാരുടെ നിർദ്ദേശം പാലിക്കുന്നതാണ് സുരക്ഷിതം. സിലിണ്ടർ സുരക്ഷിതമായിരുന്നാലും പൈപ്പോ ഹോസോ റെഗുലേറ്ററോ മോശമായ അപകട സാധ്യത ഉണ്ടാക്കാം. അടുക്കളയിൽ LPG സംവിധാനത്തിൽ പതിവായി പരിശോധിക്കേണ്ട പ്രധാന ഘടകമാണ് സ്റ്റൗവിനെയും റെഗുലേറ്ററിനെയും ബന്ധിപ്പിക്കുന്ന ഹോസ്. ഹോസിൽ ചെറിയ വിള്ളൽ, നിറമാറ്റം, കട്ടിപിടിക്കൽ, ഉരുകിയ ഭാഗം, അമിതമായ വളവ്, എലി കടിച്ച അടയാളം എന്നിവയുണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കണം. ഹോസ് സ്റ്റൗവിന്റെ ചൂടുള്ള ഭാഗത്തെ തൊടാതെയും പാത്രങ്ങളുടെ അടിയിലൂടെ കടന്നു പോകാതെയും ക്രമീകരിക്കണം. നീളം കൂട്ടുന്നതിനായി 2 ഹോസുകൾ ചേർക്കുന്നതും സാധാരണ പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. അംഗീകൃത വിതരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിലവാരമുള്ള ഹോസ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഹോസിന്റെ നിർദ്ദേശിച്ച ഉപയോഗകാലം കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ലതായി തോന്നിയാലും മാറ്റുന്നതാണ് സുരക്ഷിതം. റെഗുലേറ്റർ ഘടിപ്പിക്കുമ്പോൾ വ്യക്തമായ ലോക്കിംഗ് അനുഭവപ്പെടണം. ഇളകിയ നിലയിലോ ചെരിഞ്ഞ നിലയിലോ ഇരിക്കരുത്. റെഗുലേറ്ററിൽ അസാധാരണമായ ശബ്ദം, തുടർച്ചയായ ഗന്ധം, ലോക്ക് ചെയ്യാൻ നേരിയ ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടാൽ വീട്ടിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തരുത്. എണ്ണ, ഗ്രീസ്, പശ, തുണി, റബ്ബർ കഷ്ണം എന്നിവ ഉപയോഗിച്ച് താൽക്കാലികമായി ചോർച്ച തടയാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പരിശീലനം തേടിയ മെക്കാനിക്കിലൂടെ LPG സംവിധാനം നിശ്ചിത ഇടവേളയിൽ പരിശോധിക്കണമെന്ന് വ്യക്തമാക്കുന്നു. സിലിണ്ടർ മാത്രം പരിശോധിച്ചാൽ മതിയെന്ന ധാരണ അതിനാൽ ശരിയല്ല. സ്റ്റൗവ്, ഹോസ്, റെഗുലേറ്റർ ജോയിന്റുകൾ, അടുക്കളയിലെ ക്രമീകരണം എന്നിവയെല്ലാം പരിശോധനയുടെ ഭാഗമാകണം. സിലിണ്ടർ എവിടെ വെക്കുന്നു എന്നതും ഉപയോഗരീതിയും സുരക്ഷയിൽ നിർണായകമാണ്. സിലിണ്ടർ എപ്പോഴും നേരെ നിർത്തി ഉപയോഗിക്കണം. കിടത്തിയോ തല കീഴാക്കിയോ ചെരിച്ചോ വെക്കരുത്. ഉറപ്പുള്ളതും സമതലവുമായ സ്ഥലത്തായിരിക്കണം സിലിണ്ടർ സ്ഥാപിക്കുന്നത്. വായുസഞ്ചാരം പൂർണ്ണമായും അടയുന്ന അടച്ച അലമാരയ്ക്കുള്ളിൽ സിലിണ്ടർ ഒളിപ്പിച്ചു വെക്കുന്നത് ഒഴിവാക്കണം. ചെറിയ ചോർച്ച സംഭവിച്ചാൽ പുറത്തേക്ക് പോകാൻ വായുവിന് വഴിയുള്ള സ്ഥലം ആവശ്യമാണ്. ഗ്യാസ് സ്റ്റൗ സിലിണ്ടറിനേക്കാൾ ഉയർന്ന സ്ഥിരതയുള്ള പ്രതലത്തിൽ വെക്കണം. സ്റ്റൗവിനടുത്ത് പേപ്പർ, പ്ലാസ്റ്റിക് കവർ, പെട്രോൾ, മണ്ണെണ്ണ, സ്പ്രേ ക്യാൻ, തുണിക്കെട്ടുകൾ തുടങ്ങിയ തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ സൂക്ഷിക്കരുത്. പാചകത്തിനിടെ അടുക്കള വിട്ടുപോകാതിരിക്കുകയും പാത്രം തിളച്ച് തീ അണയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും വേണം. ഉപയോഗം കഴിഞ്ഞാൽ ആദ്യം റെഗുലേറ്റർ ഓഫ് ചെയ്യുകയും തുടർന്ന് സ്റ്റൗവിന്റെ നോബുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപും വീട് പൂട്ടി പുറത്തു പോകുന്നതിന് മുൻപും റെഗുലേറ്റർ ഓഫ് ആണെന്ന് പരിശോധിക്കുന്നത് നല്ല ശീലമാണ്. കുട്ടികൾക്ക് റെഗുലേറ്ററിലും സ്റ്റൗവിലും കളിക്കാൻ കഴിയാത്ത വിധം ക്രമീകരണം വേണം. ഒഴിഞ്ഞ സിലിണ്ടർ ആണെങ്കിലും വാൽവിൽ സുരക്ഷാ ക്യാപ്പ് ഘടിപ്പിച്ച് നേരെ നിർത്തണം. നേരിട്ട് മഴയും ശക്തമായ ചൂടും ലഭ്യമാകുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുകയും സിലിണ്ടറിന് മുകളിൽ സാധനങ്ങൾ കെട്ടിവെക്കാതിരിക്കുകയും ചെയ്യണം. ചെറിയ സൗകര്യത്തിനായി സ്വീകരിക്കുന്ന തെറ്റായ ക്രമീകരണങ്ങൾ പിന്നീട് വലിയ അപകടത്തിന് വഴിവെക്കാമെന്നതിനാൽ അടുക്കളയുടെ രൂപകൽപ്പനയിലും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. അവസാനമായി ഓർക്കേണ്ടത് LPG സിലിണ്ടറിനെ കുറിച്ചുള്ള സുരക്ഷയാണ്. അത് ഭയത്തിന്റെ വിഷയമല്ല, അറിവിന്റെയും ശീലത്തിന്റെയും വിഷയമാണ്. സിലിണ്ടറിലെ ABCD കോഡ് ഒരു പൊട്ടിത്തെറിയുടെ മുന്നറിയിപ്പല്ല,
അടുത്ത നിർബന്ധിത പരിശോധന നടത്തേണ്ട ക്വാർട്ടർ കാലയളവും വർഷവും വ്യക്തമാക്കുന്ന അടയാളമാണ്. എന്നാൽ ആ വിവരം മനസ്സിലാക്കി പരിശോധിക്കുക, സമയപരിധി കഴിഞ്ഞതായി തോന്നിയാൽ മാറ്റി നൽകാൻ ആവശ്യപ്പെടുക, സീൽ ശരിയാണോ എന്ന് നോക്കുക, ഭാരം സംബന്ധിച്ച സംശയം തീർക്കുക, കേടുപാടുള്ള സിലിണ്ടറുകൾ നിരസിക്കുക എന്നിവ ഉപഭോക്താവിന്റെ ജാഗ്രതയുടെ ഭാഗമാണ്. അതോടൊപ്പം ഹോസ്, റെഗുലേറ്റർ, സ്റ്റൗ, വായുസഞ്ചാരം, സിലിണ്ടറിന്റെ സ്ഥാനം എന്നിവയും പതിവായി ശ്രദ്ധിക്കണം. ഗ്യാസ് മണം അനുഭവപ്പെട്ടാൽ തീ കൊളുത്താതിരിക്കുക, വൈദ്യുതി സ്വിച്ചുകൾ തൊടാതിരിക്കുക, വാതിലുകളും ജനലുകളും തുറക്കുക, റെഗുലേറ്റർ സുരക്ഷിതമായി ഓഫ് ചെയ്യുക, തുടർന്ന് വിതരണക്കാരനെയോ 1906 അടിയന്തര ഹെൽപ്പ് ലൈനോ ബന്ധപ്പെടുക. സംശയകരമായ സാഹചര്യങ്ങളിൽ സ്വയം മെക്കാനിക്കാകാൻ ശ്രമിക്കാതെ പരിശീലനം നേടിയ ആളുകളുടെ സഹായം തേടുകയാണ് ഏറ്റവും സുരക്ഷിതമായ തീരുമാനം. ഈ വിവരങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുന്ന ഒരാൾ മാത്രം അറിഞ്ഞാൽ പോരാ, മുതിർന്നവരും യുവാക്കളും വീട്ടുജോലിക്കാരും അടുക്കള ഉപയോഗിക്കുന്ന മറ്റെല്ലാവരും അറിയണം. ഒരു സിലിണ്ടർ സ്വീകരിക്കാൻ ചിലവഴിക്കുന്ന 2 മിനിറ്റും ഓരോ ദിവസവും റെഗുലേറ്റർ പരിശോധിക്കാൻ ചിലവഴിക്കുന്ന ഏതാനും സെക്കൻഡുകളും വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ സുരക്ഷാ സന്ദേശം പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം. Please subscribe our channel.